ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ ഡേ 3 ഓഫ് ബാംഗ്ലൂരു. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഓക്കെ, നമ്മൾ ഇന്ന് ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ കറക്കമൊന്നും ഇന്ന് നമുക്കില്ല, കാരണം നാളെ നമ്മൾ തിരിച്ചു പോകും. സോ ഇന്ന് ജസ്റ്റ് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ട് ഇനി നന്ദു വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടില്ലെങ്കിൽ അതിന് ബഹളമായിരിക്കും. അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഫീനിക്സ് വരെ പോകാമെന്ന് വെച്ചു. സോ ലെറ്റ്സ് ഗോ. സോ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ മെട്രോയിൽ കയറി ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയുടെ അടുത്തൊരു സ്റ്റേഷനുണ്ട്. സോ അവിടെ ഇറങ്ങാനാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയുടെ അടുത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് നടന്നു പോകും. ഇപ്പൊ ടൈം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ റോഡൊക്കെ വലിയ തിരക്കൊന്നും ഇല്ലാതെ നല്ല സുഗമമായിട്ട് പോകുന്നത് കാണുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ. നമ്മൾ നടന്നു വരുമ്പോൾ ഇത് വലിയൊരു മാള് കണക്കാണ്, പക്ഷെ ഇതല്ല സംഭവം. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകണം. ഇതാണ് നമ്മുടെ ഫീനിക്സ് മോൾ. ചെറുതാണെന്ന് വിചാരിക്കണത്, അങ്ങ് ബാക്കിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു 10ൽ പഠിക്കുന്ന വെക്കേഷൻ വന്നപ്പോൾ ഇതായിരുന്നു ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാള്. ഇപ്പൊ പിന്നെ വേറെ പല പല മാളുകളൊക്കെ വന്നു. സോ ഇപ്പോഴത്തെ ഇതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. സോ ഇവിടെ ഫ്രണ്ടിൽ ചിൽഡ്രൻസിന് കളിക്കാനായിട്ട് കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. മോൾ എൻട്രി ആയിട്ട് വരും. നമ്മൾ കയറുമ്പോൾ വ്യൂ ആണ്. ഇവിടെ വലിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എവിടേക്കാണെന്നുള്ള എക്സാക്ട് ഡീറ്റെയിൽസ് അവരോട് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. നമ്മളൊരു സ്പെസിഫിക് ഷോപ്പിന് വേണ്ടി വരികയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാം. നമുക്കൊരു സ്പെസിഫിക് അജണ്ട ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാപ്പൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വെറുതെ തേരെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. സോ ഇവിടെ അണ്ടർഗ്രൗണ്ടിലോട്ടുണ്ട്, മീൻസ് ബേസ്മെന്റ് ലെവൽ. നമ്മൾ താഴത്തെ ഒരു എൻഡ് എത്താറായതുകൊണ്ട് നമ്മളുടെ മുകളിലോട്ട് പോകുന്നു. ഞാൻ ചെന്നൈ വിളിച്ചാണ്. എവിടെ പോന്ന്? അപ്പൊ എത്തും, തലയും കുത്തി വീഴല്ലോ അവിടെ. അങ്ങനെ നമ്മളുടെ മെയിൻ സെക്ഷനായ ഫുഡ് കോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. KFC എവിടെ പോയാലും കാണാലോ. ജ്യൂസ് കുടിച്ചാലോ? ബോബ ഇവിടെ ഇല്ല. അറിയാത്ത പോലെ ഒരാൾ നടന്നു വരുന്ന കണ്ടോ? പ്ലേ സോൺ പോലത്തെ പ്ലേ ഏരിയ ചെറുതാണെന്ന് തോന്നുന്നു. കിഡ്സിന് പറ്റിയ സെക്ഷനാണ്. സോ നമ്മൾ ഫസ്റ്റ് ട്രെയിൽ കയറുന്നു. R&B എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി. എൻ്റെ ദുബായ്സ് ഫേവറേറ്റ് ഇന്റർനാഷണൽ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചേക്കുന്നത്. സോ ഞാനൊരു ട്രയൽ ചെയ്യാൻ ഒരെണ്ണം എടുത്തു. ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കട്ടെ. കറക്റ്റ് ആണ്. നമ്മൾ R&Bന്ന് ടീഷർട്ട്സ് എടുത്തു അല്ലേ. അത്യാവശ്യം റീസണബിൾ ആണ്, അഫോർഡബിൾ ആണ്. നോർമൽ റേറ്റ്സ് ഒക്കെ ആണല്ലേ. അത് ഇയാൾക്കൊന്നും കിട്ടിയില്ല, അതിന്റെ ഒരു പരിഭവമാണ് ഇപ്പൊ കാണുന്നത്. സോ അവിടെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട നല്ല സെലക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ എന്തെങ്കിലും തിന്നാൻ മേടിച്ചു കൊടുത്ത് ഓണാക്കുന്നതായിരിക്കും. കട തപ്പി നമ്മളിവിടെ ഫുള്ള് നടന്നു. അവസാനം കട റിഫ്ലക്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചു. അയ്യോ, ഇതായിരുന്നു ആ കട. ഗൂഗിൾ മാപ്പിൽ പല പല ലൊക്കേഷൻസ് കാണിച്ചുകൊണ്ടിരുന്നു മോളിനകത്തായുണ്ട്. സോ ഫൈനലി ഫൗണ്ട് ഇറ്റ്, ബോബ ട്രീ. അങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം പറഞ്ഞിട്ട് 2 പേരുടെ ഷെയർ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതവർ നമ്മൾ ലൈവായിട്ട് നമ്മുടെ ഫ്രണ്ട് വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കണ്ടോട് നിൽക്കാനും അത്യാവശ്യം നല്ല രസമാണ്. കാരണം നമ്മൾ അധികം കാണുന്നൊന്നും അല്ലല്ലോ ഈ ബോബയുടെ ഐറ്റംസ് ഒക്കെ. സന്തോഷം കണ്ടോ മുഖത്തെ സന്തോഷം. നേരത്തെ ഗ്ലൂമി ആയിട്ടിരുന്നാൽ ഇപ്പോൾ ചിരിച്ച് കളിച്ചിരിക്കുന്നത് കണ്ടോ? ആൾക്ക് ഇഷ്ടപ്പെട്ട ബോബ ട്രീക്ക് മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്.
മയങ്ങി വീണ് ദേഷ്യപ്പെട്ട് ഞാൻ. കുടിച്ചു തീർക്കാൻ പോവാണ്. ഓക്കെ ബൈ. കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബോബ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ മാംഗോ ബോബയാണല്ലേ മേടിച്ചത്. സോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഒരു വാ നീ കുടിച്ച്, ഇനി അടുത്ത എൻ്റെ വാ. കുടിച്ചോ, എനിക്ക് മതി. കുടിച്ച് തീർത്തോ? അപ്പൊ നമ്മളിത് കുടിച്ച് തീർത്തിട്ട് കാണാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ ലഞ്ച് ട്രൈ ഔട്ട് ചെയ്യാൻ പോവാണ്. സോ വി ആർ ഹെഡിങ് ടുവേർഡ്സ് വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ഇൻ കേരള. കേരളയിൽ ഇത് അത്യാവശ്യം ഫേമസ് ആണ്, ബാംഗ്ലൂരുണ്ട്. സോ അവിടുത്തെ ഒരു ഓവർ റേറ്റഡ് ഡിഷാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവരും പറയുന്ന അത്യാവശ്യം ഓവർ റേറ്റഡ് ആണെന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഫീനിക്സ് മാർക്കറ്റ് സിറ്റി, അവിടെ നിന്ന് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് ഇതോ അങ്ങ് കാണുന്നത്. സോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ബൈ ഷെഫ് പിള്ളൈ. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇരുന്ന സ്ഥലത്തും അവരൊരു മരം അതേപോലെ വെച്ചിട്ട് നമ്മുടെ ഷോപ്പിനകത്തൂടെ പോകുന്ന രീതിയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതും കാണാൻ കൊള്ളാറുണ്ട്. ഇതായിരുന്നു കിച്ചൺ. അങ്ങനെ നമ്മളിതാ അവിടുത്തെ സീറ്റൊക്കെ റെഡിയാക്കി. ഒരാളിവിടെ നേരത്തെ സീറ്റ് പിടിച്ച് കഴിഞ്ഞു. അങ്ങനെതാ നമ്മുടെ ഫിഷ് നിർവാണയും പിന്നെ നൂൽ പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അധികം വിശപ്പില്ലാഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഓർഡർ ചെയ്യാൻ പോയില്ല. സോ ഇതാണ് നമ്മുടെ ഫിഷ് നിർവാണം. സോ ഇതാണ് നമ്മുടെ ഐറ്റം. ഞാൻ എടുക്കട്ടാ? കൂടെ കഴിക്കാൻ നൂൽ പൊറോട്ടയാണ് വാങ്ങിയിരിക്കുന്നത്. ഹലോ. കൊള്ളാല്ലേ? ടേസ്റ്റുള്ള സ്ഥിതിക്ക് ഇനി ബാക്കി തിന്നുകളാണ്. മീനുണ്ട്, ഒരെണ്ണം ഞാനെടുത്തു, ഒരെണ്ണം നാട. നീ ചെറുത് തിന്നാൽ മതി. കറി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. സോ നമ്മളിത് ട്രൈ ഔട്ട് ചെയ്തിട്ട് കാണാം. നമ്മൾ ഈ പൊറോട്ട ഇങ്ങനെ വെച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് കറിയിൽ ഇങ്ങനെ മുക്കി അങ്ങനെ പ്ലേറ്റ് വടിച്ച് തീർത്തിരിക്കുകയാണ്. നമ്മൾ ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ഡിഷായ ഫിഷ് നിർവാണം ട്രൈ ചെയ്തു. ഓണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് കറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിർവാലയുടെ കറി. പക്ഷെ ഫിഷ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒരു നോർമൽ ഹാഫ് കുക്ക്ഡ് ഫിഷ് കണക്കാണ് ആ ഫിഷ് ഇരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും അത് ഓവർ റേറ്റഡ് ആയിട്ടിരുന്നെന്ന് പറയുന്നത്. ബട്ട് കറി നല്ല ടേസ്റ്റ് ആയിരുന്നു. ബട്ട് അത്രയും പ്രൈസ് ആക്ച്വലി ഓവർ പ്രൈസ് തന്നെയാണ്. ഇനി നമുക്ക് അധികം കറക്കില്ല, നമ്മൾ തിരിച്ചു നേരെ വീട്ടിലോട്ട് പോവാണ്. സോ ബൈ ബൈ. നന്ദു വന്നിട്ട് ഇനി എന്താ പ്ലാൻ എന്ന് അറിയില്ല. നന്ദു വരുമ്പോൾ അവിടെ കണ്ടില്ലേ, ചിലപ്പോൾ നന്ദു ബോളം ഉണ്ടാക്കും. സോ നന്ദുവിനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ചെന്നിട്ട് ചിലപ്പം വീണ്ടും ഇറങ്ങും. ചേട്ടൻ വീട്ടിലേക്ക് വീട്ടിൽ തന്നെ ഇരിക്കും.